ഈ വിഷയാസക്തികളെ വിഷം പോലെ വർജിക്കണമെന്ന് പറയുന്നതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു സാധനം ഈ കുന്നുകൂട്ടി വെക്കാനുണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ വിഷയാസക്തികളെ വിഷം പോലെ വർജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ബുദ്ധൻ പറഞ്ഞൊരു കാര്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യൂ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളെ വീട്ടിൽ ഇന്ന് പോവുക, നിങ്ങൾ വീട്ടിലേക്കാണല്ലോ പോണത്. ഒരു വലിയ പേപ്പർ എടുക്കുക, ഒരു പെന്നെടുക്കുക, വീടിൻ്റെ ഒരു റൂമിൽ ഇരിക്കുക, അവിടെ എഴുതി വെക്കുക കട്ടിൽ, കിടക്ക, വിരി. അപ്പം കാണാം ഏതോ ഒരു കാലത്ത് വേണ്ടാത്തൊരു സാധനം മൂലയ്ക്ക്, ആ സാധനം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ വേണ്ടാത്ത എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് എടുക്കുക. വീട്ടിൽ വേണ്ടുന്നതിൻ്റെ 3 ഇരട്ടിയായിരിക്കും വേണ്ടാത്തത് നിങ്ങളെ വീട്ടിൽ. നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഭൂരിപക്ഷം 99% ആളുകൾക്കും അത് ആസക്തിയായിരുന്നു. ആ സാധനം അവിടെ വെക്കാനുള്ള കാരണം അതിനൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നിങ്ങളും വീടും കുറച്ച് സാധനം ഉണ്ടാവും ബാക്കി നിങ്ങൾക്ക് വേണ്ടത്. ഒരു ബാഗിലേക്ക് ഒതുങ്ങേണ്ട സാധനം ഉണ്ടാവും സത്യത്തിൽ. ബാക്കി മുഴുവൻ നമ്മുടെ ആസക്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു വീട്ടിൽ നിങ്ങൾ നോക്കിക്കോളൂന്ന് പോയിട്ട് വെടക്കാതെ സാധനം നമ്മൾ കുറേയൊക്കെ കൊടുക്കും പുറത്തുള്ള ആളുകൾക്ക്. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കാൻ നേരത്ത് പറയും അതവിടെ നോട്ടെ, ഇപ്പം കൊടുക്കണ്ട അവിടെ നോട്ടെ അറിയും. എന്തിനാണത് വെച്ചതിൻ്റെ ആവശ്യമില്ല. അവിടുന്ന് തുടങ്ങണം നിങ്ങളുടെ ലൈഫ്. അങ്ങനെ ഉപേക്ഷിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഗുരുവായൂർ പോവുക. അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതൊരു ഗർഭാശയം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, യഥാർത്ഥ ഗർഭാശയം ഒറ്റ ദ്വാരം മാത്രമുള്ള ഗർഭാശയത്തെ പോലെ വെളിച്ചവും ഒന്നും കിടക്കാത്ത ജനവാതിലുകളില്ലാത്ത ശ്രീകോവിൽ, ഗർഭഗൃഹം. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. യൂട്രസിനും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. നിങ്ങളിലുള്ളിലുള്ള ദേവതയും ആ പ്രാണൻ കൊടുത്ത ദേവനോ ദേവതയോ ഏതായാലും ശരി, ആ ദേവതയും തമ്മിലൊരു പൊരുത്തമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഉപേക്ഷിച്ച് വന്നവൻ്റെ മനസ്സ്, ഇത് സൈക്കോളജിയാണ്, കംപ്ലീറ്റ് ഉപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. നിങ്ങളൊരു ആലോചിച്ച് നോക്കൂ, 2 ആളുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു നോക്കും നിങ്ങൾ. അവർ നല്ല ടേസ്റ്റാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ആനന്ദമല്ലേ, അതിനാണ് ആനന്ദം എന്ന് പറയുക. ആ ആനന്ദം അതുപോലെയാണ് ഉപേക്ഷിച്ച് വന്നവന് ഓട്ടോമാറ്റിക്കലി നിങ്ങളറിയാതെ ഒരു ചൈതന്യം രൂപപ്പെടും. ആ ചൈതന്യം ആ ദൈവത്തിനറിയാം, അവിടുത്തെ ദേവതയ്ക്കറിയാം, അവിടുത്തെ പ്രതിഷ്ഠയ്ക്കറിയാം. കാരണം ആ പ്രതിഷ്ഠ നടത്തിയത് ഉപേക്ഷിച്ച ഒരാളുടെ പ്രാണനായിരിക്കും. എല്ലാം ഉപേക്ഷിച്ച ഒരാളാണ് യഥാർത്ഥ പൂജാരി. യഥാർത്ഥ പൂജാരി എന്ന് പറയുന്നത് 48 വർഷം 4 വേദങ്ങൾ പഠിച്ച ആളാണ്, ചതുർവേദി. അപ്പോൾ ആ ആൾ പ്രാണപ്രതിഷ്ഠ കൊടുത്ത് ആ പ്രാണനറിയാം ഈ പ്രാണൻ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. കാരണം അയാൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളൊരാളെ കൊന്നിട്ട് പ്രാർത്ഥിക്കുന്നതും ഒരാളെ രക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ 2ആണോ സൈക്കോളജിക്കലി? നിങ്ങളൊരാളെ കൊന്നു വന്നിട്ട് എനിക്കൊരു ആപത്തും വരരുത്, ഞാൻ ആപത്ത് സംഭവിച്ചു പോയി എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയും ഒരു വെള്ളത്തിൽ വീണ് മുങ്ങിക്കിടന്ന ഒരാളെ രക്ഷിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ സാറ്റിസ്ഫാക്ഷനും, ഈ 2ലും നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് 2ആണ് നിങ്ങളുടെ മാനസിക നിലവാരം. ആ മാനസിക നിലവാരത്തിൽ ആ ചൈതന്യവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അതിനാണ് വ്യത്യാസം. അപ്പോൾ ആ ഉപേക്ഷിക്കുന്ന സമയത്ത് പോയി പ്രാർത്ഥിക്കൂ. ആ സമയത്ത് തീർച്ചയായും നിങ്ങൾ പറയുന്ന പ്രാർത്ഥന ആ വിഗ്രഹം കേൾക്കും. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള തന്ത്രം, അതിൻ്റെ ശാസ്ത്രവും.